ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ വീട്ടിലെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയോ അതല്ലെങ്കിൽ ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഒരു മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട ഒഴിച്ച് കൊടുത്ത ശേഷം 1 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു തവി വെച്ചിട്ട് നല്ലോണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റാം. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി കൂടി പോകുമൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കേബേജ് ഇട്ട് കൊടുക്കാം. കേബേജൊക്കെ വളരെ കനം കുറച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു ക്യാപ്സിക്കാണ് വേണ്ടത്. ക്യാപ്സിക്കം ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ബീൻസ് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ സമയത്ത് അടുപ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആകെ വാടി കുഴഞ്ഞ പരുവത്തിലായി പോകട്ടെ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം നമ്മളിതിങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ ഒത്തിരി ഇങ്ങനെ വെന്തിട്ടൊന്നും പോവൊന്നും വേണ്ട. ഇപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ അളവിൽ വിനിഗർ കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വിനിഗറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസ് കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു സോസുകളൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണ പോലെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അരിയുടെ അളവാണ് കേട്ടോ ഞാൻ പറയണത്. 1 കപ്പ് അരി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുള്ള റൈസാണിത്. ഇനി ഈ ഒരു റൈസെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് ഇത് വെറുതെ കഴിക്കാം.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ. താങ്ക്